ന്യൂസ് ക്യാനിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ സ്കൂളുകളും കോളേജുകളുമൊക്കെ കുട്ടിക്രിമിനലുകളുടെ സങ്കേതമായി മാറുന്നുവെന്നുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി ഉയർന്നു കേൾക്കുന്നതാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം സജീവമായിരുന്ന ഡിഗ്രി കാലത്ത് കുട്ടി നേതാക്കന്മാരെ വളർത്തിയെടുക്കുന്ന പരിശീലന പരിപാടിയുടെ ഭാഗമായി ആക്രമണങ്ങൾ പലയിടത്തും നടന്നിരുന്നു. എന്നാൽ അത്തരം ആക്രമണങ്ങൾ സ്കൂളുകളിൽ വലിയ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല താനും. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിലെ സ്കൂളുകളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ക്രൂര ആക്രമണങ്ങളുടെയും കൊലപാതകങ്ങളുടെയും വിവരണങ്ങൾ കേട്ട് കേരളം മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. എന്താണ് ഈ കുട്ടികൾക്ക് പറ്റിയെന്നറിയാതെ മാതാപിതാക്കളും ഈ സമൂഹവും നെഞ്ചത്ത് കൈവച്ച് അയ്യോ എന്ന് നിലവിളിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുകയാണ്. കാരണം ചെറിയ ചില ഉന്തോ തള്ളോ ഒക്കെ ആയിരുന്നുവെങ്കിൽ പിള്ളാരല്ലേ, കുഞ്ഞുങ്ങളല്ലേ എന്ന തത്വത്തിൻ്റെ പേരിൽ പോട്ടെ എന്ന് വെക്കാമായിരുന്നു. പക്ഷേ ക്രൂരമായ സംഘം ചേരലുകളും ക്രൂരമായ ആക്രമണങ്ങളും അതിക്രൂരമായ കൊലപാതകങ്ങളും കൂട്ടത്തിൽ അതിഭീകരമായ മതനിന്ദയും നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ കുട്ടിക്രിമിനലുകൾ തേർവാഴ്ച നടത്തുന്നത്. അത്തരത്തിൽ ഭയവും സങ്കടവും ഒപ്പം കടുത്ത ധാർമ്മിക രോഷവും ഉണ്ടാക്കുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്ന് പുറത്തു വന്നത്. കൽപ്പറ്റയിലെ ഒരു സ്കൂളിലെ കുറച്ച് ആൺകുട്ടികൾ ചേർന്ന് അവരുടെ ജൂനിയറായി പഠിക്കുന്ന 16-കാരനായ ഒരു കുട്ടിയെ കേവലം ഇരട്ടപ്പേര് വിളിച്ചു എന്ന കാരണം പറഞ്ഞ് ക്രൂരമായി മർദ്ദിക്കുകയും കാലിൽ പിടിച്ച് മാപ്പ് പറയിപ്പിക്കുകയും കൂട്ടത്തിൽ കടുത്ത ക്രൈസ്തവ അവഹേളനങ്ങളും നടത്തുന്ന രംഗങ്ങളാണ് ഭയവും അമ്പരപ്പും ഉളവാക്കുന്ന സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. കഴിഞ്ഞ ബുധനാഴ്ച കൽപ്പറ്റ മെസ് ഹൗസ് റോഡിന് സമീപത്ത് വെച്ചായിരുന്നു ഈ സംഭവം. യേശുക്രിസ്തുവിന്റെ പുത്രനായ ഞാൻ ഹല്ലേലൂയ. ഈ കുട്ടികൾ നടത്തിയ ക്രൂരമായ ആക്രമണത്തിനിടെ അത് തടയാൻ ശ്രമിച്ചെന്ന് കരുതപ്പെടുന്ന വീഡിയോ പകർത്തിക്കൊണ്ടിരുന്ന മറ്റൊരുവൻ അടിച്ചത് മതി എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നെങ്കിലും കുട്ടികൾ അതൊന്നും ശ്രദ്ധിക്കാതെ ആക്രമണം അഴിച്ചുവിടുകയും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൂരമായി തല്ലുകയും ചവിട്ടുകയും മർദ്ദനത്തിന് ശേഷം ഇരയായ കുട്ടിയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കാല് പിടിച്ച് മാപ്പ് പറയിപ്പിക്കുകയും ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ മൊബൈലിൽ പകർത്തുകയും ചെയ്തു. ഈ ദൃശ്യങ്ങൾ മക്കളും സ്കൂളിൽ പഠിക്കുന്ന സഹോദരങ്ങളുമൊക്കെ ഉള്ളവർക്കൊന്നും കണ്ടു നിൽക്കുവാൻ കഴിയാത്ത വിധത്തിലായിരുന്നു. ക്രൂരമായ അടിയും ചവിട്ടും ഏറ്റുവാങ്ങുമ്പോഴും നിസ്സഹായനായ ആ മോൻ എന്തിനാണ് തല്ലുന്നതെന്ന് ചോദിക്കുകയും സോറി സോറി എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും കലിപ്പടങ്ങാത്തവർ ക്രൂരമായ മർദ്ദനം അഴിച്ചുവിടുകയും അടിക്കുന്നവന്റെ കാലിൽ പിടിപ്പിച്ച് ആ കുട്ടിയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുമ്പോൾ അക്രമി പറയുന്ന വാക്കുകൾ അതുപോലെ ആവർത്തിക്കാൻ മർദ്ദനമേൽക്കുന്നവനോട് ഹല്ലേലൂയ, യേശുക്രിസ്തുവിന്റെ പുത്രനായ ഞാൻ എന്ന് ആവർത്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ആ ക്രിമിനൽ സംഘത്തിൽപ്പെട്ട മറ്റൊരുവൻ ക്രൂശിതനായ കർത്താവിനെ അനുകരിച്ച് കാണിക്കുകയും അടിക്കുന്നവനാകട്ടെ 3 പ്രാവശ്യം കറങ്ങിത്തല്ലിയില്ലെങ്കിൽ ഈശോ അന്നെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മർദ്ദിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. 1 2 3 ആപ്പ പറയും. ഈ നാടിന്റെ നിർമ്മിതിയിൽ നിർണായകമായ സംഭാവനകൾ നൽകുമെന്ന് കരുതി വിദ്യാഭ്യാസത്തിനായി സ്കൂളിലെത്തുന്ന ഇവർ പഠനത്തോടൊപ്പം പൗരധർമ്മവും നീതിബോധവും നേടി തികഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ജീവിക്കുന്നതിന് പകരം കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിയെ പട്ടിയെ തല്ലുന്നതിലും ക്രൂരമായി തല്ലിച്ചതച്ച് മരണാസന്നനാക്കുകയും കൂട്ടത്തിൽ ക്രൈസ്തവ വിശ്വാസത്തെ കൂടി ഹീനമായി അധിക്ഷേപിച്ച് മതനിന്ദ നടത്തുകയും ചെയ്തത് ഏതായാലും കുട്ടിക്കളിയല്ലെന്നും കൃത്യമായ അജണ്ടകളോടെ ചിലർ ഇവർക്ക് പരിശീലനം കൊടുത്ത് ഇറക്കി വിട്ടതാണെന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അക്രമത്തിനിരയായ കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകുകയും അതേ തുടർന്ന് പോലീസ് 2 വിദ്യാർത്ഥികളെ പിടികൂടി പിടിയിലായ ആ 2 പേർ പ്രായപൂർത്തിയാകാത്തവരായതിനാൽ അവരെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. മറ്റൊരു കുറ്റവാളിയും കേസിലെ മുഖ്യ പ്രതിയുമായ മുഹമ്മദ് നാഫിൽ എന്ന ഒരുവനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവനെ പ്രായപൂർത്തിയായതിനാൽ ഫോട്ടോ അടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അക്രമത്തിന് ശേഷം ഇയാൾ മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പോയിരുന്നു. ആശുപത്രി പരിസരത്ത് നിന്നാണ് പോലീസ് പിടികൂടിയത്. ഇവൻ ക്രൂരമായ മർദ്ദനം അഴിച്ചുവിടുകയും
ഒപ്പം ഹാലേലുയ എന്നൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് അക്രമത്തിന് തികച്ചും ആസൂത്രിതമായി മറ്റൊരു മുഖം നൽകുകയും ചെയ്തെങ്കിൽ ഇവന്റെ കൂടെ ഉണ്ടായിരുന്നവർ പ്രായപൂർത്തിയാകാത്തതിന്റെ ആനുകൂല്യം നേടി ഐഡന്റിറ്റി മറയ്ക്കപ്പെട്ടു നിൽക്കുകയാണ്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ BVS വിദ്യാർത്ഥിയായിരുന്ന തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥിനെ 100ഓളം വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയും പിന്നാലെ 3 ദിവസങ്ങളോളം പട്ടിണിക്കിട്ട് ക്രൂരമായി തല്ലിക്കൊന്നതിൻ്റെ പിന്നാലെയാണ് വയനാട്ടിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന അത്തരത്തിലുള്ള അതിക്രൂരമായ വിദ്യാർത്ഥി അക്രമങ്ങളുടെ സംഭവ പരമ്പരകൾ വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. കൽപ്പറ്റയിലെ ഈ ക്രൂരമായ സംഭവത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപ് വയനാട്ടിലെ തന്നെ കണിയാമ്പറ്റയിലും സമാനമായ സംഭവം ആവർത്തിച്ചു എന്നുള്ള നടുക്കുന്ന വിവരങ്ങളും പുറത്തേക്ക് വന്നു. 14 വയസ്സുകാരനെ ഒരു സംഘം വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിക്കുകയും മുള്ളുവേലിയിൽ കിടത്തി ചവിട്ടുകയും ചെയ്യുന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇവിടെയും വിദ്യാർത്ഥിയെ വിളിച്ചു വരുത്തി ആക്രമിക്കുകയായിരുന്നു. വയനാട്ടിൽ തന്നെ വൈത്തിരിയിൽ സ്കൂൾ ബസ്സിൽ വെച്ച് 6ാം ക്ലാസ് വിദ്യാർത്ഥി 5ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഉച്ചത്തിൽ സംസാരിച്ചു എന്ന കാരണം പറഞ്ഞ് ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയും അവന്റെ കൈ ചവിട്ടി ഒടിക്കുകയും ചെയ്ത വാർത്തയും പുറത്തു വന്നു. ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ കാലിൽ ചവിട്ടി എന്ന കാരണത്തിന് തൃശൂരിൽ 16കാരനെ ഒരു സംഘം ക്രൂരമായി മർദ്ദിച്ചു എന്നതിന്റെ റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം കോഴിക്കോട് താമരശ്ശേരിയിലെ ഒരു ട്യൂഷൻ സെന്ററിൽ വെച്ച് നടന്ന ഫെയർവെൽ പാർട്ടിക്കിടെ നെഞ്ചക്ക് ഉപയോഗിച്ചുള്ള ക്രൂരമായ ആക്രമണത്തിന് ഇരയായ ഒരു വിദ്യാർത്ഥി മരിച്ച സംഭവവും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. മാതാപിതാക്കളുടെ പ്രതീക്ഷയായി സ്കൂളിൽ പഠിക്കാനെത്തിയ ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി തല്ലിക്കൊന്നിട്ട് കൊലപാതകികളെ അന്ന് പരീക്ഷ എഴുതിക്കാനായിട്ട് നടത്തിയ പരാക്രമങ്ങളെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലതുപോലെ തന്നെ അറിയാം. ഏതായാലും ഇത്തരം സംഭവങ്ങൾ ഇവിടെ അതിശക്തമായി തുടരുകയാണ്. അതിൻ്റെ ലേറ്റസ്റ്റ് ആൻഡ് ബ്രൂട്ടൽ വേർഷനാണ് കൽപ്പറ്റയിൽ കണ്ടത്. കളിച്ചും ചിരിച്ചും മിഠായി കുറിച്ചും പഠിച്ചു നടക്കേണ്ട പ്രായത്തിൽ വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാകുന്നത്? എന്താണ് ഈ തലമുറയിൽ ചിലർക്ക് പറ്റിയത്? ആരാണ് ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ കൊടുത്ത് ഈ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്നത്? കേരള സമൂഹം മുഴുവൻ ഗൗരവമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചോദ്യത്തിന് ഉത്തരം തേടി ഷെക്കൈര നടത്തിയ ചർച്ചയിൽ സാമൂഹ്യ നിരീക്ഷകനും ക്രിമിനോളജിസ്റ്റുമായ ഫാദർ റോബിൻ പടിഞ്ഞാറേക്കൂറ്റ് അതേക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. ഈ ജെൻസി എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന ഏറ്റവും പുതിയ തലമുറ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ടീനേജേഴ്സിന്റെ ഒക്കെ അടുത്തേക്ക് വരുമ്പോൾ ആ കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്കുള്ള ഒരു വാതിലുകൾ ഈ കുട്ടികൾക്ക് തുറന്നു കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ 4 തലങ്ങളിലാണല്ലോ പ്രധാനമായിട്ട് നമ്മുടെ ഒരു സാമൂഹിക ഡെവലപ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാകേണ്ടത്. ഒരു വ്യക്തിത്വത്തിന്റെ ഒന്ന് നമ്മുടെ വ്യക്തിപരമായ കാര്യമാണ്, രണ്ടാമത് നമ്മുടെ സ്കൂളാണ്, 3 സൊസൈറ്റിയാണ്, ഏറ്റവും ഉപരിയായിട്ട് ഫാമിലിയാണ്. ഇപ്പൊ ഈ 4 തലത്തിലുള്ള ഒരു വലിയ ഒരു ശിഥിലത ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്വയം വിമർശിക്കാനോ അല്ലെങ്കിൽ ഉള്ളിലേക്ക് നോക്കാനോ ഉള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിലൊക്കെയാണ് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ പോലും നമുക്ക് ഒരു മനസാക്ഷി ഉണ്ടായിരുന്നു വേട്ടയിടാനായിട്ട്. അയ്യോ സംഭവിച്ചു പോയല്ലോ, ആ മനസാക്ഷി ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതില്ലാതായി പോയി. അത് നമ്മുടെ മാധ്യമങ്ങൾക്ക് വലിയൊരു സ്വാധീനമുണ്ട്. ചുറ്റുപാടേക്ക് നോക്കിയാൽ പോലും അങ്ങനെ കാണുന്ന ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ഒരുപാട് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. അടുത്ത കാലത്തുണ്ടായ പല സിനിമകളുടെ ഡെവലപ്മെന്റുകളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അതുപോലെ തന്നെ വസ്ത്രധാരണത്തിലേക്ക് മൊത്തത്തിലുള്ള ഒരു ക്രൂവൽറ്റി എല്ലാ മേഖലയിലും കുട്ടികളുടെ ഇടയിലേക്ക് വരുവാണ്. അതുപോലെ ഇന്ന് ഫാമിലിയിൽ ഇന്ന് കുട്ടികൾക്ക് മാതാപിതാക്കന്മാരും സഹോദരങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ബോണ്ട് ഇല്ലാതാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. കുട്ടികൾ എന്തൊക്കെയോ എനിക്ക് എന്തുമാകാന്നുള്ളൊരു അവസ്ഥയിലേക്ക് കുട്ടികൾ ഇന്ന് പോകുന്നു. അതുപോലെ തന്നെ മാതാപിതാക്കന്മാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഇന്ന് പേടിയാണ്. നമ്മുടെ നിയമങ്ങൾ അങ്ങനെ ആക്കി വെച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. കുട്ടികൾക്കിടയിൽ മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ചില ബോണ്ടുകൾ നഷ്ടപ്പെട്ടു പോകുന്നു. ഈ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് അവസ്ഥ കേട്ടോ. പിന്നെ സമൂഹ ജീവിതം എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുമല്ലേ. അതൊരു പ്രധാനപ്പെട്ട കാരണം. അതായത് കുട്ടികൾ രാവിലെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് കൊച്ചിനെ സ്കൂൾ ബസ്സിലേക്ക് എടുത്തു വെക്കുന്നു. ക്ലാസ് കഴിഞ്ഞ് കൊച്ചിനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ ചുറ്റുപാടുള്ള മനുഷ്യന്റെ കഷ്ടപ്പാടോ വേദനയോ അതുപോലെ തന്നെ ഞെരുക്കങ്ങളോ ഒന്നും പിള്ളേർ അറിയുന്നില്ല. മൂന്നാമതായിട്ട് നമ്മുടെ സ്കൂളുകൾ ഇന്ന് പലപ്പോഴും വിവാദങ്ങളുടെ ഇടങ്ങളായിട്ട് മാറുന്നുണ്ട്. ഇപ്പൊ പരിപാവനമായിരുന്ന സ്കൂളുകൾ മറ്റു പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുമ്പോൾ അധ്യാപകരും മാനേജ്മെന്റും ഒക്കെ വേറൊരു കാഴ്ചപ്പാടില് അവിടെ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഈ കുട്ടികളുടെ ഡെവലപ്മെന്റിൽ അധ്യാപകർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇന്ന് ഉണ്ടാകുന്നുണ്ട്. ഇവര് കേവലമായിട്ട് ഒരു AI ടീച്ചർമാരാണ് പഠിപ്പിക്കാൻ പറയുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ ആ കൊച്ചിനെ പേഴ്സണലായിട്ട് അറിയാനായിട്ട് കഴിയുന്നില്ല. അത് അധ്യാപകരുടെ ഭാഗത്തും തെറ്റുണ്ട്, സമൂഹത്തിന്റെ ഭാഗത്തും തെറ്റുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗത്തും തെറ്റുണ്ട്. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ കൊച്ചിനെയും
അധ്യാപകർക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയായിരുന്നു. അധ്യാപകന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ കൊച്ചിന്റെ പരിശീലനം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ആ സംഭവം ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അത് സ്കൂളും പള്ളിയും ഒക്കെ പ്രധാനപ്പെട്ട കേട്ടോ. അത് പള്ളിയും അതുപോലെ മറ്റെല്ലാ റിലീജിയസ് സംവിധാനങ്ങളും ഒക്കെ ഇതിനകത്തേക്കൂടെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഉണ്ടാകുന്ന വലിയ തകർച്ച, തെറ്റായിരിക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് അതിനെ പോലും ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്ക് സമൂഹം മാറുന്നത്, സമൂഹത്തിന്റെ മാനസിക നില രോഗാതുരമായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു മൊത്തത്തിലുണ്ടായിരിക്കുന്ന ഒരു വലിയ ഒരു മൂല്യച്യുതി നമുക്ക് സമൂഹത്തില് അതെല്ലാ മേഖലയിലും, അത് വ്യക്തിപരമായ ജീവിതത്തിലുണ്ട്, കുടുംബത്തിലുണ്ട്, സ്കൂളിലുണ്ട്, സമൂഹത്തിലുണ്ട്, മതപരമായ ഇടങ്ങളിലുണ്ട്. എല്ലാ ഇടങ്ങളിലും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോലും ഇത് ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അടിമുടി മാറിപ്പോയ വർത്തമാനകാല കേരളത്തിന്റെ യഥാർത്ഥ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുവാനിടയായിരിക്കുന്നത്. ലഹരിക്ക് അടിമപ്പെട്ട ഒരുപറ്റം വിദ്യാർത്ഥികൾ അവരുടെ നിഷ്കളങ്ക ബാല്യത്തിന്റെ നാളുകൾ ഹോമിച്ചുകൊണ്ട് നിഷ്ഠൂര കൃത്യങ്ങൾ ചെയ്യുന്നത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയ്ക്ക് സമീപത്ത് പൈങ്ങാട്ടൂരിൽ ഇതുപോലെ തന്നെ ഭീകരമായ അക്രമ സംഭവം അരങ്ങേറിയതിന്റെ നടുക്കുന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. അവിടെ ബസ് സ്റ്റാൻഡിന് സമീപത്തേക്ക് ഒരുപറ്റം കുട്ടികൾ തങ്ങൾക്കൊപ്പം പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥിയെ വിളിച്ച് വരുത്തിയിട്ട് ആരെയും നടുക്കുന്ന തരത്തിൽ അവനെ ക്രൂരമായി മർദ്ദിക്കുന്ന രംഗങ്ങളായിരുന്നു പുറത്തു വന്നത്. അവിടെ ഈ കുട്ടി ക്രിമിനലുകളുടെ കയ്യിൽ നിന്നും ക്രൂരമായി മർദ്ദനമേറ്റ കുട്ടി ചോരയൊലിപ്പിച്ച് സ്കൂളിൽ ചെന്നതോടെ കാര്യം തിരക്കിയ അധ്യാപകർ കുട്ടിക്ക് അടിയന്തര വൈദ്യസഹായം നൽകുകയും അവിടെ വെച്ച് ഡോക്ടർമാർ പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു. പോലീസ് വന്ന് കേസെടുക്കുമെന്നായപ്പോൾ ആക്രമണകാരികളായ കുട്ടികളുടെയും അക്രമത്തിന് ഇരയായ കുട്ടികളുടെയും പേരൻസ് രംഗത്തെത്തി ഒത്തുതീർപ്പുണ്ടാക്കി കേസാക്കാതെ കാര്യങ്ങൾ പരിഹരിക്കുകയും ചെയ്തു. എന്നാൽ അതിന് പിന്നാലെ ഈ ക്രിമിനൽ വിദ്യാർത്ഥികൾ വിജയാഘോഷത്തോടെ അക്രമത്തിന്റെ വീഡിയോ പുറത്തുവിട്ടതോടെയാണ് കാര്യങ്ങൾ ലോകമറിഞ്ഞത്. തങ്ങൾ ചിന്തിച്ചതിലും അപ്പുറത്ത് അതിക്രൂരവും മാരകവുമായി തങ്ങളുടെ മകന് മർദ്ദനമേറ്റെന്ന വിവരം ദൃശ്യങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ കുട്ടിയുടെ മാതാപിതാക്കൾ നിയമ നടപടികളുമായി മുമ്പോട്ട് പോവുകയായിരുന്നു. ഇത്തരത്തിലുള്ള ക്രിമിനൽ വാസനയുള്ള കുട്ടികളുടെ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ നമ്മുടെ നിയമത്തിലുണ്ട്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു കൂട്ടിയാൽ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലുള്ള നിയമങ്ങൾ നമുക്കുള്ളതിനാൽ അത്തരക്കാരെ ആരും അറിയാതെ പോവുകയുമാണ്. മാത്രമല്ല, ഇത്തരക്കാരെ അറസ്റ്റ് ചെയ്താലും എത്തിക്കുന്നത് കോടതിയിലല്ല, മറിച്ച് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുമ്പിലാണ്. അവരെ നിരീക്ഷണത്തിലേക്ക് മാറ്റുകയല്ലാതെ ശിക്ഷിക്കാറുമില്ല. ഇതൊക്കെ കൊണ്ട് ഈ വിവരങ്ങൾ കവർ ചെയ്യാൻ മാധ്യമങ്ങൾക്കൊട്ട് കഴിയാറുമില്ല. എന്നാൽ എത്രയൊക്കെ രഹസ്യമായി ചെയ്ത് ഏതൊരു കുറ്റകൃത്യത്തിന്റെ പിന്നാലെയായാലും അത് തെളിയിക്കാൻ പോകുന്ന ദൈവത്തിന്റെ വിരൽപ്പാടുകൾ ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ ഈ കുറ്റവാളികൾ തന്നെ ചിത്രീകരിച്ചു വെച്ചിരുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നടുക്കുന്ന തെളിവുകളായി പുറത്തേക്ക് വരുന്നത്. അത് അങ്ങേയറ്റം ഭയാനകവും സങ്കടകരവുമാണെന്ന് പറയാതെ തരമില്ല. കൽപ്പറ്റയിലെ അക്രമത്തിന്റെ ദൃശ്യങ്ങളുടെ അവസാന ഭാഗം എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടായിരുന്നു കേരളത്തിലെ പ്രമുഖ ചാനലുകൾ കാണിച്ചത്. അതായത് മുഹമ്മദ് നാഫിലും കൂട്ടരും ചേർന്ന് യേശുക്രിസ്തുവിനെ അവഹേളിക്കുകയും ഹല്ലേലൂയ എന്ന വിളികളോടെ ക്രൈസ്തവരുടെ ആരാധനകളിലേക്ക് മെക്കിട്ട് കയറുകയും ചെയ്ത ഭാഗങ്ങൾ സംപ്രേഷണം ചെയ്തില്ല. ഏതായാലും ചില സംഭവങ്ങൾ കൂടെ പഠന വിധേയമാക്കിയാൽ ചിലരുടെ അസ്വസ്ഥതകൾ പൂർണ്ണമായി ശമിക്കുന്നതാണ്. അത്തരത്തിലുള്ള ക്രൂരമായ ആക്രമണങ്ങൾ നടത്തുമ്പോൾ മാത്രമല്ല, ഇരകളെ ക്രൈസ്തവരായി കിട്ടുമ്പോഴും ക്രൈസ്തവരുടെ പള്ളിമുറ്റത്തും കുരിശടികളിലുമൊക്കെ കയറി ചെന്ന് അവിടെ തെമ്മാടിത്തരങ്ങൾ കാണിക്കുമ്പോഴാണ് വയനാട്ടിലെയും മറ്റും കുരിശടികളിൽ ചെന്ന് കുരിശിൽ കയറിയിരുന്ന് ഫോട്ടോഷൂട്ട് നടത്തിയ സാമൂഹ്യ വിരുദ്ധന്മാരെ കുറിച്ച് മുൻപ് പല തവണ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതുകൂടാതെ പൂഞ്ഞാറിൽ ക്രിസ്തീയ ദേവാലയത്തിലേക്ക് അതിക്രമിച്ച് കടന്നുവെന്ന് വൈദികനെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച സംഭവവും അതിനോട് ചേർത്ത് തന്നെ പഠിക്കേണ്ടതാണ്. 2024 ഫെബ്രുവരി 24 കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിൽ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആറ്റുചാലിന് നേരെ ഈരാറ്റുപേട്ടയിൽ നിന്നെത്തിയ ഒരുപറ്റം വിദ്യാർത്ഥികളുടെ ആക്രമണമുണ്ടായത്. പള്ളിവളപ്പിൽ ബൈക്ക് റേസിംഗ് തടഞ്ഞതിനെ തുടർന്ന് വൈദികനെ കാറിടിപ്പിച്ച് വീഴ്ത്തി കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ 27 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ 10 പേർ പ്രായപൂർത്തി ആകാത്തവരായിരുന്നതിനാൽ അവരുടെ വിവരങ്ങൾ പുറത്തു വന്നില്ല. ഈരാറ്റുപേട്ടയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് പള്ളിവളപ്പിൽ വാഹനാഭ്യാസ പ്രകടനം നടത്തിയത്. അമിത വേഗത്തിൽ വന്ന വാഹനം ഫാദർ ജോസഫ് ആറ്റുചാലിനെ ഇടിക്കുകയായിരുന്നു. കൊലപാതക ശ്രമത്തിന് കേസെടുത്തു. മുതിർന്ന വിദ്യാർത്ഥികളെ ബോസ്റ്റൽ സ്കൂളിലേക്കും പ്രായപൂർത്തിയാകാത്തവരെ ജുവനൈൽ ഹോമിലേക്കും മാറ്റി.
ഈ വിഷയത്തെ കൃത്യമായ അജണ്ടകളോടെ തന്നെയാണ് അവതരിപ്പിച്ചതെന്ന് പിന്നാലെ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായി. പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതിനാൽ പള്ളിമുറ്റത്ത് കയറി അച്ഛനെ ആക്രമിച്ചവരെ മാന്യന്മാരെന്നും അച്ഛന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയവരെ ക്രിമിനലുകളെന്നും കലാപകാരികളെന്നുമാണ് ഈരാറ്റുപേട്ട ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട മണ്ഡലത്തിലെ മത്സരിച്ച സ്ഥാനാർത്ഥി വിശേഷിപ്പിച്ചത്. ചില വർഗീയ സംഘടനകൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ എത്രയും പെട്ടെന്ന് കേസ് ഒത്തുതീർപ്പാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ വെറി പൂണ്ടോടുന്ന കാഴ്ചകളായിരുന്നു കണ്ടത്. അക്രമത്തിനൊപ്പം മതപരമായ അധിനിവേശങ്ങളും കടന്നു വരുന്നത് ഒരു ആശയങ്ങൾ കൊണ്ട് ആവേശഭരിതരായവരുടെ രീതിയായി മാറുകയാണോ എന്ന് സംശയം സമൂഹത്തിൽ ഗുരുതരമായിരിക്കുകയാണ്. ഷെക്കൈന ന്യൂസ് നടത്തിയ ചർച്ചയിൽ അതേക്കുറിച്ച് സാമൂഹ്യ നിരീക്ഷകനായ ബോബി തോമസ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. ഇത് കമ്മ്യൂണൽ ഇഷ്യൂ ആണോ, ഇതിൽ മതപരമായ ഘടകങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. അത് പക്ഷെ ഏതെങ്കിലും ഒരു മതത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ കുഴപ്പമായിട്ടോ നമുക്കതിനെ അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അത് മതപരമായ പഠന ശൈലികളുടെ ഒരു വ്യത്യാസമായിട്ട് നമുക്ക് അതിനെ പറയാൻ പറ്റും. അത് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, അതൊരു മതത്തിന്റെ കുറ്റമായിട്ടല്ല നമുക്ക് പറയുന്നത്, അവനും കിട്ടിയ മതബോധനത്തിന്റെ ശൈലിയുടെ കുഴപ്പമാണ്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ വേദപാഠം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. ദൈവം സ്നേഹമാണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നു, നമ്മൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ആ പഠന ശൈലിയെ നമുക്ക് അഗ്രസീവായിട്ട് കൊണ്ടുപോകാം. നമുക്ക് ഭയത്തിൻ്റെതായിട്ടുള്ള ഒരു വിത്ത് വിതറാം. നരകത്തെ കുറിച്ച് നമുക്ക് ഭയത്തിൽ പഠിപ്പിക്കാം. നിങ്ങൾ മാത്രമാണ് രക്ഷിക്കപ്പെട്ടവരെന്നും ബാക്കി ഉള്ള മനുഷ്യർ എല്ലാം നരകത്തിൽ പോകേണ്ടവരാണെന്നുള്ള ശൈലിയിൽ നമ്മൾ നമ്മുടെ അധ്യാപനത്തെ മാറ്റിയാൽ എന്ത് സംഭവിക്കും? തന്റെ കൂടെ അടുത്തിരുന്ന് പഠിക്കുന്ന കുട്ടി ജന്മനാ തന്നെ നരകത്തിൽ പോകാനുള്ളവനാണ് എന്നുള്ള ബോധം ഈ കുഞ്ഞിന്റെ മനസ്സിൽ വരികയാണ്. അപ്പം ഏത് മതമാണെങ്കിലും അതിന്റെ നന്മകൾ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും. അതിനെ വളരെ അഗ്രസീവായിട്ട് വളരെ മോശമായ രീതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യാനും പറ്റും. അപ്പം മതപരമായ പഠനത്തിന്റെ കുഴപ്പം അതിൽ കാണാം. പക്ഷെ എങ്കിലും അച്ഛൻ ആദ്യം സൂചിപ്പിച്ച 4 ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ തകർച്ച തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനപരമായ വിഷയം. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നതാണ് ഈ മതബോധനവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനിയും ഇത്തരം സംഭവങ്ങൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഇത്തരത്തിലുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാം. പക്ഷേ വിശുദ്ധ വേദപുസ്തകമോ ലോകരക്ഷകനായ യേശുക്രിസ്തുവോ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാനല്ലാതെ അന്യരെ ദ്രോഹിക്കാനും അവരെ കിട്ടുന്നയിടത്ത് വെച്ച് ആക്രമിക്കാനും കൊല്ലാനും അങ്ങനെ സ്വർഗം നേടാനുമൊന്നും പരിശുദ്ധ ബൈബിൾ ഒരിടത്തും പഠിപ്പിച്ചിട്ടുമില്ല. ഏതായാലും മതേതര സമൂഹത്തിന് തലവേദനയായി വളർന്നു വരുന്ന തെമ്മാടിക്കൂട്ടങ്ങളെ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കാനും ഇത്തരക്കാരെ വളർത്തിവിടുന്ന ഫാക്ടറികൾ പൂട്ടിക്കാനും നിയമപാലകർ തയ്യാറാകണം. ഇന്ത്യയുടെ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാനെന്ന പേരിൽ രാജ്യത്തുടനീളം സംഘടിത ശക്തിയുടെ ആൾബലവും ക്രൂരമായ അക്രമങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന വികസ്വര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഇപ്പോഴും സജീവമാണെന്ന വാർത്ത കഴിഞ്ഞ കുറേ നാളുകളായി ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെല്ലാം അഴിക്കുള്ളിലാണെങ്കിലും പുറത്തുള്ളവർ അതിശക്തമായ നീക്കത്തിലൂടെ സംഘടനയ്ക്ക് ശക്തി പകരുന്നുണ്ടെന്നുള്ള ഇന്റലിജൻസ് നിരീക്ഷണങ്ങളെ ശരിവെക്കുന്ന തരത്തിലാണ് സമീപകാലത്തുണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത്. കേരളത്തിലെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന ആസൂത്രിതമായ അക്രമങ്ങളും കയ്യേറ്റ ശ്രമങ്ങളും മുമ്പില്ലാത്ത വിധത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ദൃശ്യമാകുമ്പോൾ അക്കാര്യങ്ങൾ ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ്. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തെ അട്ടിമറിച്ച് ഇസ്ലാമിക മതാധിപത്യത്തിന്റെ കീഴിലാക്കാനുള്ള കുടില തന്ത്രങ്ങൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് അവർ നടത്തിയ നീക്കങ്ങളിൽ രാജ്യസുരക്ഷ, ക്രമസമാധാനം തകർക്കാൻ എന്നിങ്ങനെയുള്ള അതീവ ഗൗരവമായ കുറ്റങ്ങൾ കണ്ടെത്തിയതിനാൽ സടകുടഞ്ഞെഴുന്നേറ്റ കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി നിരോധിക്കുകയായിരുന്നു. അതിനുശേഷം അവരുടെ നേതാക്കന്മാരെ എല്ലാം അറസ്റ്റ് ചെയ്ത് അകത്തിടുകയും ഘട്ടം ഘട്ടമായി നടന്ന റെയ്ഡുകളിലൂടെ അവരുടെ നീക്കങ്ങൾ പലതും അന്വേഷണ സംഘം പുറത്തു കൊണ്ടുവന്നിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു ജഡ്ജി അടക്കമുള്ള ഹൈന്ദവരും ക്രൈസ്തവരുമായ മതനേതാക്കന്മാരെ കൊന്നെടുക്കുവാനുള്ള ഹിറ്റ് ലിസ്റ്റുകൾ സഹിതമുള്ള പല നീക്കങ്ങളും അതിൽപ്പെട്ടതായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം അംഗങ്ങളെല്ലാം അവരുടെ രാഷ്ട്രീയ മുഖമായ SDPIയിലേക്കും മുസ്ലിം ലീഗിലേക്കുമുള്ള വിളികേട്ട് കുറെ പേർ അവിടേക്കും ഒഴുകിയെത്തി.
അതുകൂടാതെ പണ്ടുള്ളതിനേക്കാൾ ശക്തമായിട്ട് കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളിലേക്കും ഇവർ നുഴഞ്ഞു കയറുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഏതായാലും കൗതുകരമായ മറ്റൊരു കാര്യം, ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്ന മറ്റൊരു പേര് സ്വീകരിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടുകാർ ഇപ്പോഴും ശക്തമായി തുടരുകയാണെന്നതിൻ്റെ തെളിവുകൾ എന്ന നിലയിലാണ് ഇക്കാര്യങ്ങളെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കത്തോലിക്ക സഭയുടെ താമരശ്ശേരി രൂപതയുടെ അധ്യക്ഷനായ മാർ റെമിജിയോസ് ഇഞ്ചനാരിയലിന് വധഭീഷണി കത്ത് ലഭിച്ചത് ഈ സംഘടനയുടെ പേരിലായിരുന്നു. NIA അതിശക്തമായി പോപ്പുലർ ഫ്രണ്ടിന്റെയും അതിന്റെ അംഗങ്ങളെയും നിരീക്ഷിച്ചു കൊണ്ടിരുന്നതിനാൽ അവരുടെ എല്ലാത്തരം നീക്കങ്ങൾക്കും മുമ്പിലും പിമ്പിലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചില തെളിവുകൾ കൂടെ പിടിച്ചെടുക്കാൻ അവർ ശക്തമായ റെയ്ഡുകളുമായി കേരളത്തിലെത്തി. കേരളത്തിലെ 3 ജില്ലകളിൽ ഊർജിതമായ റെയ്ഡുകൾ നടത്തി നിർണായകമായ തെളിവുകൾ പിടിച്ചെടുത്തു. എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലയിൽ ഉണ്ടായിരുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ നിർണായകമായ 20 കേന്ദ്രങ്ങളിലായിരുന്നു റെയ്ഡ് നടന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ കുറ്റകൃത്യങ്ങളെ തെളിയിക്കാൻ ഉപകരിക്കുന്ന നിരവധി കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കുകളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. തൃശൂരിൽ നടത്തിയ റെയ്ഡിൽ SDPIയുടെ ചാവക്കാട് മുൻ മുനിസിപ്പൽ പ്രസിഡന്റും നഗരത്തിൽ വസ്ത്രവ്യാപാര സ്ഥാപനം നടത്തുന്ന ഫാമിസ് അബൂബക്കറിന്റെ വീട്ടിൽ 3 മണിക്കൂറോളം NIAക്ക് റെയ്ഡ് നടത്തുകയും ഫാമിസിന്റെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കുകളും സംഘം പിടിച്ചെടുക്കുകയും ചെയ്തു. പാലക്കാട്ടെ RSS പ്രവർത്തകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പിടിയിലാവാൻ ബാക്കിയുള്ള 3 പ്രതികളെ കുറിച്ചുള്ള അന്വേഷണവും ഇതിന് അനുബന്ധമായി നടക്കുന്നുണ്ടെന്നാണ് വിവരങ്ങൾ. ഒളിവിൽ കഴിയുന്ന പ്രതികൾക്ക് താമസ സൗകര്യവും സാമ്പത്തിക സഹായവും നൽകുന്ന സ്ലീപ്പർ സെല്ലുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനാണ് ഇപ്പോൾ NIA ശ്രമിക്കുന്നത്. പിടികിട്ടാപ്പുള്ളികളായ പ്രതികൾ കേരളത്തിന് പുറത്തേക്ക് കടന്നോ, അയൽ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിയുകയാണോ എന്നും പരിശോധിക്കുന്നുണ്ട്. നേതാക്കന്മാരെല്ലാം ഇരുമ്പഴി എണ്ണിക്കൊണ്ട് അകത്ത് കിടക്കുകയും തത്വത്തിൽ സംഘടന നിശ്ചലമാകുകയും ചെയ്തിട്ടും മറ്റൊരു രൂപത്തിലും ഭാവത്തിലും ആശയങ്ങൾ സജീവമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ശക്തമായ ബാഹ്യ പിന്തുണയുടെ പേരിലാണെന്ന് ഉറപ്പായിരിക്കുന്നു. ഇവരുടെ വിദേശ ഫണ്ടിങ്ങും രാജ്യവിരുദ്ധ ഗൂഢാലോചനകളും ഇപ്പോൾ നടത്തിയ റെയ്ഡിന്റെ ഭാഗമായി കണ്ടെടുത്ത ഡിജിറ്റൽ തെളിവുകളിൽ ഉണ്ടെന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കിയിരിക്കുന്നത്. എതിരാളികളെ ഇല്ലാതാക്കാൻ PFI ഹിറ്റ് ടീമും സായുധ സംഘങ്ങളെയും രൂപീകരിച്ചെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളെല്ലാം അന്വേഷണ സംഘം പരിശോധിച്ച് വരികയാണ്. 2047 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ വർഗീയ ഭിന്നതയുണ്ടാക്കാനും യുവാക്കളെ തീവ്രവാദത്തിലേക്ക് നയിക്കാനും PFI ഗൂഢാലോചന നടത്തിയെന്നാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ആയതിനെ ഉറപ്പിക്കുന്ന നിരവധി തെളിവുകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിനായി യുവാക്കൾക്ക് ആയുധ പരിശീലനം നൽകുന്നതിനും ഹിറ്റ് ടീമുകളെ സജ്ജമാക്കുന്നതിനും സംഘടന രഹസ്യ കേന്ദ്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. ശാരീരിക പരിശീലനം, യോഗ എന്നിവയുടെ മറവിലാണ് ആയുധങ്ങൾ കൈകാര്യം ചെയ്യാൻ പരിശീലനം നൽകിയിരുന്നതെന്നും NIA വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ രാജ്യം, വിശേഷിച്ച് നമ്മുടെ കേരളത്തിൽ ദിവസേന സംഭവിക്കുന്നത് എന്താണെന്ന് ഒരു നിശ്ചയവുമില്ല. ഭീകരപ്രവർത്തനങ്ങളുടെയും തീവ്രവാദികളുടെയും വിഹാര കേന്ദ്രമായി മാറുകയാണോ കേരളമെന്ന ആശങ്ക ശക്തമാകുമ്പോൾ നാം കനത്ത ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ക്യാൻ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത ആഴ്ച.